അപ്പൊ ഇവർക്കും സ്വാഗതം. നമ്മള് കഴിഞ്ഞ ആഴ്ച ഓണം അടിച്ചു പൊളിച്ചു അല്ലേ? അടിപൊളിയായിരുന്നു. ശരി. ഇപ്രാവശ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ബോംബെയിൽ നടന്ന കുറച്ച് സംഘടനകളുടെ കുറച്ച് പ്രോഗ്രാമുകളാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു കൈകൊട്ടിക്കളിയെ കുറിച്ചാണ്. എനിക്ക് തോന്നുന്നു അജയേട്ടനൊക്കെ വന്നൊരു സമയം ഓർക്കുണ്ടാവും. അതായത് ഇപ്പം ഒരു 100 വർഷം തികയാൻ പോകണേ 2025 സമാജം. ഒരു ഏക സമാജമാണ് എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ. ഏഷ്യയിൽ ഒരു ഏക സമാജം എന്ന് പറയാം. ഇത്ര വർഷം 100 വർഷം പഴക്കമുള്ളൊരു സമാജം. അന്നൊക്കെ അവരുടെ അല്ലേ ആ ഒരു കാലത്ത് അവരത് ചിന്തിച്ച് ഇങ്ങനെ ഒരു സമാജം തുടങ്ങിയതാണ്. ജനത്തിന്റെ MT രാജശേഖരൻ സാറാണ് എന്താ അതിന്റെ പ്രസിഡന്റ്. അപ്പൊ അവരൊരു വലിയൊരു കോമ്പറ്റീഷൻ നടത്തുണ്ടായി കൈകൊട്ടിക്കളിയിൽ. അതിന് ഫസ്റ്റ് പ്രൈസ് മേടിച്ചത് നമ്മുടെ ഡോംബേലിക്കാരാണ്. മലയാള സമാജത്തിന്റെ ആൾക്കാരാണ്, വനിതകളാണ്. അത് ഗീതാ ശ്രീകുമാറും ടീമാണ്. അപ്പൊ അത് എല്ലാ പ്രാവശ്യവും അവര് തന്നെ ഫസ്റ്റ്. എല്ലാ പ്രാവശ്യവും അതൊന്നും മാറ്റണമല്ലേ? എല്ലാ പ്രാവശ്യവും ഡോംബെല്ലി മലയാള സമാജം തന്നെ ഫസ്റ്റ് കൊണ്ടുവരാം എല്ലാവരുടെയും. ഓക്കെ, അതൊക്കെ നമുക്ക് ആ മനോഹരമായ കൈകൊട്ടിക്കളി ഒന്ന് കാണാം. ഗോകുലത്തിലിങ്ങൊരു ബാലനോടി കളിക്കുന്നുണ്ടേ, ഗോപികമാരെല്ലാരും അവനൊത്തു കൂടെ കളിക്കുന്നുണ്ടേ, കൂടെ കളിക്കുന്നുണ്ടേ. കൃഷ്ണകാർവർണ്ണ കണ്ണ എന്നവനെ ചൊല്ലി വിളിക്കുന്നുണ്ടേ, കുട്ടിക്കുറുമ്പു കാട്ടി അവനും കാടുകാട്ടുന്നതുണ്ടേ, കാടുകാട്ടുന്നതുണ്ടേ. വെള്ളിലെ താലി എടുക്കേണം പിന്നെ. ഇന്നത്തെ പ്രത്യേകിച്ച് ബോംബെ ആയിട്ട് മാറ്റിയ ഒരു കൊച്ചു കേരളമായിട്ട് മാറ്റിയ, കേരളത്തിൽ ഇന്നില്ലാത്തതായിട്ടുള്ള അതിലും കൂടുതൽ ആർട്ടിസ്റ്റുകൾ വന്നിവിടെ പെർഫോം ചെയ്തു. വളരെ സന്തോഷമുണ്ട്. എനിക്ക് കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ മെമ്മറീസാണ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് മാത്രമേ ബാക്കിയുള്ളവർ കണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ അതിന് മേലിലെടുക്കുന്ന എഫേർട്ട്, പ്രാക്ടീസ്, കോർഡിനേഷൻ സെറ്റാക്കുക, ഓരോരുത്തർ ഇത്രയും ഞാൻ ഇവിടെ കാണുമ്പോൾ എല്ലാവരും യങ്സ്റ്റേഴ്സും ഉണ്ട്. എനിക്കൊന്ന് വീട്ടമ്മമാരും ഇഷ്ടം പോലെ ഉണ്ട്, സുന്ദരികളായ വീട്ടമ്മമാർ. എല്ലാവരും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ കിണ്ണത്തിൽ എടുക്കണം, വെള്ളിലെ താലി എടുക്കണം, പിന്നെ കിണ്ണത്തിൽ എടുക്കണം, മഞ്ഞളരച്ചങ്ങെടുക്കണം, പിന്നെ നീന്തി തുടിച്ചു കുളിക്കണം, മഞ്ഞളരച്ചങ്ങെടുക്കണം, പിന്നെ നീന്തി തുടിച്ചു കുളിക്കണം, മുടിചേകി ചെളിയിൽ ഒതുക്കണം, അതിൽ മുല്ലപ്പൂ ചന്തത്തിൽ ചൂടേണം. അപ്പൊ എന്തെങ്കിലും കൈകൊട്ടിക്കളി മനോഹരമായിരുന്നു. എനിക്കൊന്ന് ഈ സമാജം, ഇന്ന് ഈ സമാജങ്ങളില്ലായിരുന്നെങ്കിൽ ശരിക്കും ഈ പരിപാടി ഒന്നും നടത്താനൊന്നും പറ്റത്തില്ല അല്ലേ? തീർച്ചയായും നടക്കില്ലായിരുന്നു. ഡാൻസ് ഒക്കെ കളിക്കില്ലേ? കളിക്കുന്നത് അല്ലെ? സമാജങ്ങളിൽ പോയിട്ട് കളിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആവേശം അല്ലേ, ഒരു എനർജിയും ഒരു ഹാപ്പിനെസ് ഒക്കെ കിട്ടും. ടീച്ചറാണ്, കോളേജ് പ്രൊഫസറാണ് അല്ലേ? അപ്പൊ ഈ സമയം കിട്ടുമോ ഇവരുടെ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ? സാറ്റർഡേ സൺഡേ പിന്നെ ഈവനിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ. അതേട്ടാ, ഈ ഒന്ന് ആലോചിച്ച് നോക്കാം, അന്ന് ഈ മാട്ടുങ്കയിലാണ് ഈ സമാജത്തിന് തുടക്കം. എനിക്കൊന്നും ആൾക്കാർ വന്നത് മാട്ടുങ്ക എന്നുള്ള സ്ഥലത്താണ് അല്ലേ? അവിടെയായിരുന്നു മലയാളിയുടെ ഒരു ഹബ്ബ് എന്ന് പറഞ്ഞൊരു സ്ഥലം അല്ലെ? അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കും. കാരണം അന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാളികളൊന്നും വന്നു കാണില്ല. കൂടി വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ നല്ല അല്ലേ? ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു നമ്മളിവിടെ 20 ലക്ഷം മലയാളി ഉണ്ടെന്നാണ് പറയുന്നത് ബോംബെയിൽ മാത്രം. അന്ന് എനിക്കൊന്ന് ടോട്ടൽ കൂടി വന്നാൽ ഒരു 1000 പേര് മാക്സിമം, 300 പേര് വിരലെണ്ണാൻ ആൾക്കാരെ കാണുള്ളൂ. പക്ഷെ അവരെല്ലാം കൂടെ ഒത്തുചേർന്ന ഒരു സമാജം ഉണ്ടാക്കി അല്ലേ? ആ സമാജം പ്രൗഢിയോടുകൂടി തന്നെ ഇന്നും നിൽക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ സന്തോഷമാണ്. കാരണം നവതി ആഘോഷിക്കുന്ന ഏഷ്യയിൽ തന്നെയുള്ള ഒരു സമാജം. അന്നത്തെ കാലത്ത് എന്താണെന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരുന്നത് വെച്ചാൽ എല്ലാവരും മലയാളികൾക്കൊരു കൂട്ടായ്മ വേണമായിരുന്നു. അപ്പോൾ മലയാളികൾക്ക് ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ അല്ലെ, 80 വർഷമായാലും 100 വർഷമായാലും നമുക്ക് സമാജങ്ങളെ. പക്ഷെ അന്നുള്ള സമാജത്തിനുള്ള പ്രത്യേകത പറയാം. അന്ന് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാ മലയാളികളും ആ സമാജം ഉണ്ടെങ്കിൽ അവിടെ എത്തിയിരിക്കും. കാരണം അന്ന് പത്രം ഇൻഡിപെൻഡന്റ് ആയിരിക്കും വരുത്താൻ പറ്റില്ല. അതുമാതിരി ലൈബ്രറി ബുക്കുകൾ എല്ലാം അവിടെ നടക്കുന്ന ഡിസ്കഷൻ എന്താ കാര്യങ്ങളുള്ളത്. അതുമാതിരി അവർ ഓരോ വീടുകളിലും പോയിട്ട് ഒരാളെ കണ്ടില്ലേ, 2 ദിവസം കണ്ടില്ലേ, അവർ പോയി തിരക്കല്, അങ്ങനെ ഭയങ്കര ഒരു കൂട്ടായ്മയുള്ള കാലമായിരുന്നു. അപ്പൊ അന്നത്തെ അതിനുള്ള പ്രസക്തി വളരെയായിരുന്നു. കാരണം ആരെങ്കിലും എത്തിയിരിക്കും. പേപ്പർ വായിക്കണമെങ്കിൽ തന്നെ അവിടെ പോയത് വൈകുന്നേരം പോയി വന്ന് പേപ്പർ വായിക്കും. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിരുന്ന സംഭവമാണ്. ഇപ്പൊ ഇങ്ങനൊരു സമാജത്തിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പോവും? തീർച്ചയായിട്ടും പോവും. അങ്ങനെ എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നില്ല, സമാജം ഉണ്ടാക്കുന്നില്ല എല്ലാം തോന്നാണ്. ഗ്രൂപ്പ് ഉണ്ടാക്കണം നല്ലത്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ഇഷ്ടം. എന്തൊക്കെയാലും നമുക്ക് ഇതായാലും ഈ പണ്ടത്തെ നമുക്ക് ഈ നൊസ്റ്റാൾജിയ എന്നൊരു സംഭവമുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ളത് പാട്ടാണ്. പാട്ട് പാടുമോ? ഇല്ല, ഡാൻസ് മാത്രമേ ഉള്ളൂ. ഡാൻസ് മാത്രം. ഓക്കെ, എന്നാൽ പാടാൻ പറയുകയാണെങ്കിൽ ഏത് പാട്ടായിരിക്കും ചോദിക്കുക?
ഞാനിപ്പോ ഓണം ഇപ്പൊ തൊട്ടടുത്ത ഓണല്ലേ കഴിഞ്ഞത്. ഓക്കെ. അപ്പൊ ഓണം റിലേറ്റഡ് ആയിട്ട് ഒരു പാട്ട് പറയാം. ജേക്കബിന്റെ സ്വർഗരാജ് എന്ന് പറഞ്ഞ കുറച്ച് കൊല്ലം മുന്നേ നിവിൻ പോളിയുടെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് ദുബായിൽ വെച്ചിട്ട് അതായത് നല്ലൊരു ഓണം സെലിബ്രേഷന്റെ ഒരു സോങ് ഉണ്ട്, തിരുവാവണി രാവ് എന്ന് പറഞ്ഞിട്ട്. അതാണ് എപ്പോഴും അത് കണ്ടപ്പിന്നെ ആ പാട്ടിന് എപ്പോഴും ഓണം വരുമ്പോ മനസ്സില് ഓടി വരുന്ന ഒരു പാട്ട്. അപ്പൊ അത് കേട്ടാ കൊള്ളാന്നുണ്ട്. ശരി. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. അക്ഷയ് പാടിയപ്പോ എന്റെ മനസ്സിൽ ഓർമ്മ വന്നത് എന്താ അറിയോ, അതായത് വളരെ ശുദ്ധമായ മലയാളം അല്ലേ? എവിടെ നിന്നാണ് മലയാളം ഇത്ര പഠിച്ചത്? എഴുതാൻ വായിക്കുകയൊക്കെ അറിയോ? ഞാൻ ചെറുപ്പത്തിൽ മലയാളം ക്ലാസ്സിൽ പോക്കുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ മലയാളം തന്നെയാണ്. അപ്പോഴും ടെലിവിഷനിലും മലയാളം ചാനൽസ്. അതായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെലിവിഷനൊക്കെ ഒരു പരിധി വരയ്ക്കുമൊക്കെ ഇവരെ ഇത് ചെയ്തിട്ടുണ്ട്. അവർക്ക് ആ മലയാള ഭാഷ സംസാരിക്കും. അതായത് കുഞ്ചനും തുഞ്ചനും എഴുത്തച്ഛനും എല്ലാം പാടിപ്പോഴുത്ത സുന്ദരമധുരമായ മലയാളം. അപ്പൊ ആ മലയാളത്തിന്റെ മറ്റൊരു ഗാനം നമുക്ക് കേട്ടാലോ. പൂ വേണം, പൂവിളി വേണം, പൂക്കുട വേണം, പൂമാടൻ കുഞ്ഞിക്കുയിലെ കൂടെ വരാമോ, മുത്തെന്തിന് പൊന്മുത്തേ നീ പൈകിളി വീക്കിറതാണാൻ നിന്നെ മുത്തനും വീളും നിന്നെ കാണുന്നുണ്ട്, നിന്നെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ടൊന്നും പഠിച്ചില്ല, പാട്ട് പഠിച്ചിട്ട് കേട്ട് പഠിച്ചിട്ട്. നീ പാട്ട് പഠിച്ചാളാ? പാട്ട് പഠിച്ചതാ? ഓക്കെ. കേട്ട് പഠിച്ചു. പാട്ട് പഠിച്ചതും കേട്ട് പഠിച്ചതും തമ്മിൽ ഒരുപാട് വ്യത്യാസമാണ് അല്ലേ? നിങ്ങളൊക്കെ കേട്ട് പഠിച്ചവരാണല്ലേ? അല്ലേ അജേട്ടാ? ഞാൻ കേട്ട് പഠിച്ചത്. അജേട്ടൻ പാടാറുണ്ട്. പിന്നെ നമുക്കൊരു പാട്ടുകൂടെ പാടാറുണ്ട്. എന്തെങ്കിലും ഇവർക്കൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ഓരോ വേദികളൊക്കെ പാടിയിട്ടുള്ള ഒരാൾ തന്നെ അല്ലേ? അതെ, പല വേദികളും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരട്ടെ എന്ന് പറഞ്ഞു. നമ്മളൊരു ചെറിയ ഇടവേളയാണ്. ഹലോ മുംബൈയിൽ തിരിച്ചു വരാം. ഹലോ മുംബൈ, വോയിസ് ഓഫ് മഹാരാഷ്ട്ര. ഏത് അയ്യഭോക്തൃ സംഘമാണെങ്കിലും ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ആണ് കൂടുതലും 30 വർഷമായിട്ട് ചെയ്തു വരുന്നത്. നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടി വരുന്നത് നല്ല കുട്ടനാടൻ പുഞ്ചില പാട്ട്. പ്രത്യേകിച്ച് ഞാനൊരു കുട്ടനാട്ടുകാരാണ്. കുട്ടനാട് എന്ന് പറയുന്നത് ലോകത്തിലെ 2ാമത്തെ താഴ്ന്ന പ്രദേശമാണ്. ഏത്? ഞങ്ങളുടെ കുട്ടനാട്. അതുകൊണ്ടാണ് അത്ര താഴ്മയിൽ നിന്നാണ് ഞാൻ സംസാരിക്കാറുള്ളൂ. അപ്പോൾ സമുദ്രം ഇപ്പോൾ താഴെയായതുകൊണ്ട് തന്നെ അവിടെയാണ് ഈ കൂടുതലും ഈ വള്ളംകളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി കണ്ടിട്ടുണ്ട്, അതൊക്കെ പോയി കാണണം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഹിന്ദു ഐക്യവേദിയുടെ ഒരു ഓണ പ്രോഗ്രാം കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തൈ തകതേതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തിത്താതിത്തേ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. ഇന്നിവിടെ ഭാരത് ഭാരതിയുടെ 53ാം ഓണാഘോഷം നടക്കുകയാണ്. അതിനേക്കാൾ ഉപരി വളരെ ആനന്ദത്തോടെ, അത്യധികം ആത്മാഭിമാനത്തോടെ ഇവിടെ നമ്മൾ ഓരോരുത്തരും നെഞ്ചു വിരിച്ചു നിൽക്കേണ്ട ഒരു ചരിത്ര മുഹൂർത്തമാണിത്.
ഹലോ മുംബൈ സംപ്രേഷണം ചെയ്യുന്ന രാമചന്ദ്രൻ ചേട്ടന്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ടത് നിരവധി പേർ അദ്ദേഹത്തിന് സഹായമായി എത്തി. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ഓണാഘോഷം നടന്നു. അഖിലുണ്ടായിരുന്നു അല്ലെ? അത് തന്നെ ഉണ്ടായിരുന്നു. അഖിലായിരുന്നു ആങ്കർ ചെയ്തത് അല്ലെ? അത് എനിക്ക് തോന്നുന്നു 3-4 സമാജങ്ങൾ വന്നിരുന്നു. അതെ, സമാജങ്ങൾ വന്നു. അവർക്ക് വേണ്ട ഹെൽപ്പ് എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റും ആ സഹായങ്ങളും ചെയ്തു. ഞങ്ങൾ അന്നത്തെ ദിവസം കുറെ നേരം അവിടെ തന്നെയായിരുന്നു. അവരോട് സദ്യ കഴിച്ചു. അവർക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങൾ സമാജക്കാരെ എത്തിക്കലുണ്ടായി. അതായത് മാത്രമല്ല, അത് കൂടാതെ കുറച്ചു പേർ അവർക്ക് പൈസ എത്തിക്കുകയും ചെയ്തു. ഞാൻ അതിന്റെ ഹലോ മുംബൈയുടെ പേരിൽ അവർക്ക് ഏവർക്കും ഒരു പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. അന്ന് അവരെത്തിയ ആ ഓണാഘോഷം നമുക്കൊന്ന് കാണാം. ഹലോ മുംബൈയിൽ നമ്മളൊരു സ്റ്റോറിയെ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രാമചന്ദ്രൻ അങ്കിളിനെ പറ്റി. തീർച്ചയായും രാമേട്ടനൊരു സഹായത്തിന് നിങ്ങളും ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടെ ഉണ്ടാവണം എന്ന് മാത്രമേ പറയാൻ. രാമേട്ടൻ നോക്കട്ടെ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിലും ഞങ്ങൾ തീർച്ചയായും ചെയ്യും. ആ സ്റ്റോറി ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം പലവരും അവർക്ക് സഹായങ്ങൾ കൊണ്ടെത്തിക്കലുണ്ടായി. ആ സമയത്താണ് നമുക്ക് ഇന്നലെ ഒരു ഫോൺ കോൾ വന്നു. താനയിലുള്ള ഒരു സംഘടനയായിരുന്നു. ഇപ്രാവശ്യത്തെ ഓണം അവർക്ക് രാമചന്ദ്രൻ ഞങ്ങളുടെ കൂടെ ആഘോഷിക്കണം എന്നാണ്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കും വളരെയധികം സന്തോഷമായി. നമസ്കാരം, എൻ്റെ പേര് ശശികുമാർ. ഞാൻ താനെയാണ് വരുന്നത്. ഏതാണ് സംഘടനയുടെ പേര്? ഇൽഗാർഡൻ അയ്യപ്പ ഭക്ത സംഘം. താനയിൽ 30 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ്. പേര് അയ്യപ്പ ഭക്ത സംഘമാണെങ്കിലും ഞങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ചാരിറ്റബിൾ ആക്ടിവിറ്റീസാണ് കൂടുതലും 30 വർഷമായിട്ട് ചെയ്തു വരുന്നത്. ഇങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കുക, നാഷണൽ കലാമിറ്റി എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ സഹായിക്കുക, മെഡിക്കൽ എന്തെങ്കിലും നീഡുണ്ട്, എമർജൻസി മെഡിക്കൽ നീഡുള്ളവരെ സഹായിക്കുക, അങ്ങനെ പല പ്രവർത്തനം. പിന്നെ 3 സ്കൂൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള പഠനോപകരണങ്ങൾ, സ്കൂളിലേക്കുള്ള ആവശ്യ സാധനങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു വരുന്നു. ഇങ്ങനെ ചെറുതായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് വരുന്നു. ഇപ്പം രാമചന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലിപ്പം നമ്മളിന്ന് ഓണം ആഘോഷിക്കുകയാണ്. ഇത് ഞങ്ങൾ അറിയുന്നത് ജനൻ TV കൂടെ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ മുംബൈ എന്നുള്ള പ്രോഗ്രാമിൽ കൂടെയാണ് അറിഞ്ഞത്. ഇതിൻ്റെ കൂടെ ഒന്നിച്ച് പഠിച്ച സ്കൂളിൽ പഠിച്ച ഗോവിന്ദൻ ഉണ്ടായിരുന്നു. അപ്പം ഗോവിന്ദൻ അമർ ഈസ്റ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, ഇവരെ കണ്ടു. അപ്പം പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യണം, എത്രയും പെട്ടെന്ന് ചെയ്യണം. അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പോൾ ഇന്ന് ഏതായാലും ഓണം തിരുവോണമാണ്. അപ്പം നമുക്കിന്ന് ഇവരുടെ കൂടെ തന്നെ ഓണം ആഘോഷിക്കാം. ഞങ്ങൾ താനെ 4 പേരെത്തിയിട്ടുണ്ട്. പങ്കളെ ഇന്നത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിക്കാം ഇപ്രാവശ്യം. സന്തോഷമായി. പായസമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് പായസമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അപ്പൊ അങ്ങനെ ഇന്നത്തെ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ മറക്കരുത്. ആൻഡ് പ്ലീസ് ട്യൂൺ ഇൻ ടു hellomumbai@gmail.com ആൻഡ് ഫോളോ us on social network. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. Till then, take care and bye bye. फिर मिलेंगे. हेलो मुंबई, हेलो मुंबई, हेलो मुंबई, हेलो मुंबई. ഉയരുണരും പാളങ്ങൾ, നിശയില്ലാ ജീവിതയാത്രകൾ. ഹലോ മുംബൈ, സ്നേഹത്തിൻ സൗഹൃദ ഭൂമിയിൽ അതിരില്ലാ കാഴ്ചയുമായി. ഹലോ മുംബൈ. ഹലോ മുംബൈ നിങ്ങൾക്കായി സമർപ്പിച്ചത് അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ, പവേഡ് ബൈ ഏഗോൺ ഷിപ്പിംഗ്.